റോഡരികിലെ ടാറിൽ കുടുങ്ങിക്കിടന്ന ഉടുമ്പിന് രക്ഷ. കാലുകൾ ടാറിൽ ഒട്ടിപ്പിടിച്ചതോടെ അവശനിലയിലായ ഉടുമ്പിനെയാണ് രക്ഷപ്പെടുത്തിയത്. കൂത്തുപറമ്പിനടുത്ത് കോട്ടയം പൂയിൽ എന്ന സ്ഥലത്താണ് ഉടുമ്പ് ടാറിൽ പെട്ടുപോയത്. പിടിക്കണം പിടിക്കാനില്ല പറഞ്ഞുതരാം. കുറച്ചായി ഇത് നോക്കട്ടെ. അത് എന്നാ തുണിയിലാക്കിയിട്ട് കുറച്ചും കൂടി വേണം കേട്ടാ. കുറച്ച് പോരാണ്ട ഒരു തുണിയിലാക്കിയിട്ട് അത് തുണി കഷ്ണമല്ല. ഇത് ആദ്യമായിട്ടാ തുണി അതിങ്ങനെയാക്കും വരെ കാര്യം വൃത്തിയായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചിലപ്പം ഫെലിക്സ് പുളിക്കൽ ചേരുന്നുണ്ട് തത്സമയം. ഫെലിക്സ്, മനുഷ്യനെ തന്നെ ദ്രോഹം ചെയ്യുന്ന ഈ കാലത്ത് ചുറ്റുമുള്ള ജീവജാലങ്ങൾ ഇങ്ങനെ അപകടത്തിൽ പെടുമ്പോൾ രക്ഷിക്കുന്നവരെ കാണുമ്പോൾ ശരിക്കും വലിയ സന്തോഷമാണ് തോന്നുന്നത്. ഇത് എത്ര സമയം ടാറിൽ പെട്ട് കിടന്നു? എന്താണ് ഉണ്ടായത് അവിടെ? നമുക്കറിയാം, ഈ ഉടുമ്പ് അത് ഇപ്പോൾ ഒരു മനുഷ്യ സാന്നിധ്യം കണ്ടാൽ വളരെ വേഗം അത് ഓടിപ്പോകുന്നൊരു ജീവിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കൂത്തുപറമ്പിനടുത്ത് കോട്ടയം പോലുള്ള സ്ഥലത്ത് റോഡ് അരികിൽ ഈ ഉടുമ്പിനെ അതിൻ്റെ കാലുകൾ ടാറിൽ ഒട്ടിപ്പിടിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ അതിന് പോകാനോ ഓടാനോ നടക്കാനോ ഒന്നും പറ്റാതെ ഒരു കുടുങ്ങിപ്പോയ അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരാൾ വിളിച്ചാണ് ഈ മാർക്ക് എന്ന ഒരു വന്യജീവി സംരക്ഷണ സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിലെ ആളുകളെ അറിയിക്കുന്നു. അങ്ങനെ ബിജിലേഷ് കോടിയേരി അവിടെ എത്തുകയും ഒപ്പം ഒരു ഫോറസ്റ്റ് വാച്ചറും എത്തി. പിന്നെ നാട്ടുകാരൊക്കെ ചേർന്നാണ് ഈ ഉടുമ്പിനെ അവിടെ നിന്നും അതായത് ടാറിൽ കാലുകൾ മൊത്തം ഒട്ടിപ്പിടിച്ച ഒരവസ്ഥയിൽ അവിടെ നിന്നും അതിനെ പുറത്തേക്ക് എടുത്ത് അതിനെ കഴുകി മണ്ണെണ്ണയൊഴിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി അതിനെ രക്ഷപ്പെടുത്തിയത് അതൊരു വലിയ ദൗത്യം കൂടിയായിരുന്നു. കാരണം നമുക്കറിയാം, ഉടുമ്പ് ചിലർക്ക് പേടിയാണ് ഉടുമ്പിനെ പിടിക്കാനൊക്കെ. അപ്പോൾ ഇത് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയില്ല. പക്ഷേ ഇതിനെ രക്ഷപ്പെടുത്തുകയും വേണം. അങ്ങനെയാണ് ഈ ആളുകളൊക്കെ ചേർന്ന് ഇതിനെ ടാറ് ഉള്ള സ്ഥലത്തു നിന്നും അവിടെ നിന്നും രക്ഷപ്പെടുത്തി കഴുകി വൃത്തിയാക്കി അതിനെ പുറത്തേക്ക് എത്തിച്ചത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് മാർക്ക് എന്ന സംഘടന കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഈ പാമ്പിനെ പിടിക്കേണ്ട ഒരു ആവശ്യം വന്നാൽ അവിടെയൊക്കെ ഓടിയെത്തുന്ന സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഈ മൃഗങ്ങൾ, അതായത് പലപ്പോഴും മനുഷ്യനുമായി ഏറ്റുമുട്ടുന്ന ഒന്നാണ്. പക്ഷേ അല്ലാത്ത അവസ്ഥയിലുള്ള മൃഗങ്ങളെ അല്ലാത്ത സാമൂഹിക സാഹചര്യത്തിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സംഘടന കൂടിയാണ് മാർക്ക്. അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഉടുമ്പിനെ രക്ഷപ്പെടുത്തിയത്.